ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു കേട്ടോ. നേരമൊക്കെ ഇതാ വെളുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പണിക്ക് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം പേരിലുണ്ട് തന്നെ നമുക്ക് കുറച്ചധികം തിരക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗ് ആട്ടോ ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഇതാ പണിക്ക് വരാൻ ടൈം ആവുന്നതിന് മുന്നായിട്ട് ഞാനിത് അവർക്ക് വേണ്ട കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത് പറമ്പിലൊക്കെ കൊണ്ടുപോകണോണ്ട് നമ്മളത് അതേപോലെ ഒരു കേരവള്ളി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് തൂക്കി പിടിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ കയറ്റമൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ വെള്ളമൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ട് എന്നാലും അവർ വരുന്ന വഴിക്ക് അങ്ങനെ വെള്ളം എടുത്ത് ബക്കറ്റ് ഒന്നേലൊക്കെ എടുക്കാണ്ടെങ്കിൽ അങ്ങനെ അവർ പോകട്ടെ. ഇപ്പോൾ നമുക്ക് ബക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏലം ഒരിക്കൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ വരാൻ ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ചിലപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെങ്കിലും വെള്ളം നേരത്തെ കൊണ്ടുപോയിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർക്ക് വന്ന വഴിക്ക് പിന്നെ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നേരെ എടുത്തിട്ട് പോകാം. എന്തായാലും ആ ഒരു പരിപാടി കഴിയും. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അടുത്തതാണ് നമ്മുടെ ചോറാട്ടോ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മുടെ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും. നമുക്കിനി കുറച്ചുകൂടി പണികൾ ചെയ്യാനുണ്ട്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അലങ്കോലമായിട്ടൊക്കെ കിടക്കണം. എന്തായാലും പണികൾ എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ നേരത്തെ പണികൾ എന്തായാലും ചെയ്യാൻ വേണ്ടി കറികളെല്ലാം ആവാനൊക്കെ ഉണ്ടാകും. നമുക്ക് എന്തായാലും ചോറിൻ്റെ അവസ്ഥ നോക്കാം. വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഇടയ്ക്ക് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കുറുക്കി ഇതാവും. അതുകൊണ്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു കമ്പാട്ട് വെച്ചു. നല്ല കനലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കമ്പിൻ്റെ ധാരാളം കേട്ടോ. പിന്നെ അതിങ്ങനെ തിളച്ചിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് പിന്നെ അങ്ങനെ പതുക്കെ വെന്തോളം ഒന്ന് ഇളക്കി കൊടുക്കാം. രാവിലേക്ക് നമ്മളിതുപോലെ പൈപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളമാണ് വരുന്നത്. അപ്പോൾ വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടി ടൈം ആവും എന്തായാലും വെയിൽ വരും. കാരണം ഒരു 8 മണി പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെയിൽ വരും. മട്ടരി ആയതുകൊണ്ടേ കുറച്ചധികം നേരത്തെ വെയിലുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ വെയിലില്ല. അപ്പോൾ നമുക്ക് ഓരോ നല്ല കനമുള്ള വിറക് ഇട്ട് കൊടുത്താൽ അങ്ങനെ തിളച്ച് അങ്ങനെ വെന്തോളും. പിന്നെ ഇതാ ഈ ഒരു നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിന്റെ പൊക്കത്തായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ഇല എന്താണെന്നായിരിക്കില്ലേ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ ഞാൻ കഫക്കെട്ട് പോലത്തെ പനി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പനിക്കൂർക്കയുടെ ഇല ഇതേപോലത്തെ വാട്ടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് പോലെ കുറച്ച് 2-3 സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടൊരു വെള്ളം പോലെ ആക്കിയത് ഒരു നീരുണ്ടാവും. ഇതിനൊക്കെ ഇഞ്ചി അതുപോലെ പനിക്കൂർക്കയുടെ ഒരു 1-2 സാധനം കൂടി അതെല്ലാം പാടി എടുത്തിട്ട് നമ്മൾ അതിന് ചാറ് കുടിക്കാറുണ്ട്. അപ്പോൾ 2 നേരം വെച്ച് കുടിക്കുകയാണെങ്കിൽ കഫൊക്കെ നന്നായിട്ട് ഇളകിപ്പോയി നല്ല അടിപൊളിയായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ അതിന് പ്രത്യേകം വേറെ വാടേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മുടെ ഈ ഒരു വിറകടുപ്പ് കത്തിക്കുവാണ്. അതേപോലെ തന്നെ ഇവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ചുട്ട് കൊള്ളുന്നൊരു നന്നായിട്ട് പഴുത്തൊരു ചൂടായിട്ടുണ്ട്. ഇവിടെയൊക്കെ തൊടാൻ പോലും പറ്റാത്ത അത്രയും ചൂടായിരിക്കും. ഇവിടെ വെച്ച് കൊടുത്താലും മതി. നമ്മൾ എന്തായാലും ഓൾറെഡി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നോക്കി വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ അത് വാട്ടിയിടും. കാരണം ചില ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടി വാടാനുണ്ടാവും. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കുടിവെള്ളമൊക്കെ ഒന്ന് വെക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ വൈകുന്നേരം തിളപ്പിച്ച വെള്ളം ഞാനതാ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് വെള്ളം കുതിരോട്ട്. എന്തായാലും നമുക്ക് വൈകുന്നേരം വരെ പണി ഉണ്ടാകും. ആ വെള്ളം എന്തായാലും തികയില്ലല്ലോ. പിന്നെ ഇന്നത്തെ അവിടെ തോരനായിട്ട് വൻപയർ അടങ്ങി തോരൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തേങ്ങ ഒന്ന് ഒതുക്കിയിടാനുണ്ട്. ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാണേ. ആവി പറക്കുന്ന നമ്മുടെ വൻപയർ തോരൻ. ഇതിലേക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ മേലിട്ട് കൊടുത്താൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ഇറങ്ങും. അതൊരു അടിപൊളി മണം തന്നെയാണ് കേട്ടോ. എന്തായാലും അതിൽ തേങ്ങ ഒന്ന് ഒതുക്കിയിടാം. ഇനി നമുക്ക് കറി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കറി ഇന്ന് വെക്കുന്നത് മോരുകറിയാണ്. അപ്പോൾ മോരുകറി ആകുമ്പോൾ നമുക്ക് നല്ല ചൂടൊക്കെയുള്ള ടൈമിൽ മോരുകറി അടിപൊളിയല്ലേ. ഇത് പാത്രങ്ങളൊക്കെ കഴുകണം. നമുക്ക് ഞാൻ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് കഴുകാം. നമുക്ക് മൺകലത്തിൽ വയ്ക്കാം കേട്ടോ നമ്മുടെ മോരുകറി. അതേപോലെ തന്നെ മോരുകറി നമുക്ക് നമ്മുടെ നല്ല മൂത്ത നേന്ത്രവാഴയ്ക്കുണ്ടല്ലോ. അപ്പോൾ അത് ഇട്ടിട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ഇതുപോലെ നല്ല മൂത്ത കുമ്പളങ്ങയും ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ഒരുപാട് മൂത്തിട്ടില്ല, എന്നാൽ തീരെ പിഞ്ചില്ല. ഒരു മീഡിയം സൈസിലുള്ള ഒരു കുമ്പളങ്ങ ഇടാം. എന്നിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുമ്പളങ്ങയായിരുന്നു കേട്ടോ. വലിപ്പമുള്ള കുമ്പളങ്ങേനായിരുന്നേ. അപ്പോൾ ഇത്രയും ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് മോരുകറി വയ്ക്കാം.
കഴിച്ച് നമ്മുടെ മൺകലത്തിൽ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നരഞ്ഞ് വെന്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും കീഴിലിട്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും മോരുകറിക്കുള്ള നമ്മുടെ കുമ്പളങ്ങയെല്ലാം സെറ്റായല്ലോ. ഇത് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനും കടുക് താളിക്കാനും പിന്നെ നമ്മുടെ മോരൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടത്, അത് അടിച്ചു സെറ്റാക്കേണ്ടത്. എന്നാലും അത് നമുക്ക് വഴി വെച്ച് അതിന് മുന്നായിട്ട് നമ്മുടെ മീനൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി നമുക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ എന്താണെന്ന് ഒരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ടേ. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ മീൻ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് 2-3 വട്ടം കഴുകട്ടെ. നമ്മുടെ ഇവിടെ ഈ ഒരു മീനിനെ സിലോപ്പി എന്നാണോ പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും സിലോപ്പി തന്നെയാണോ എന്ന് അറിയില്ല, കാരണം ഓരോ സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ നമ്മളിതാട്ടോട്ടെ ഈ ഒരു ടൈപ്പ് മീനാണ്. അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു കേട്ടോ. നമുക്ക് കഴുകിയെടുക്കാനുണ്ട്, നമുക്ക് കഴുകിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ മീനൊക്കെ നമ്മൾ നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം മീനൊക്കെ കഴുകി സെറ്റാക്കി എടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ട് എടുക്കുന്നവർ താഴെ നിൽക്കുന്നുണ്ട്. അപ്പം കൈയിട്ട് നന്നായിട്ട് കഴിക്കും. നമ്മുടെ ആവണിക്കുട്ടി വന്ന് എടുക്കട്ടെ. എടുത്തെന്ന് പറഞ്ഞാൽ 2 കൈയും പൊക്കുന്നുണ്ടേ. എടുത്തു. എന്താ കയ്യിൽ നിന്ന് കാണിച്ചു കൊടുത്തേ? അവിടെ നോക്കിയേ. ആൾക്ക് ഇതൊക്കെ കാര്യമായിട്ടൊരു പേരയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക് ഒരു വെറൈറ്റി പേരയ്ക്കാട്ടോ. സാധാരണ നമ്മൾ ഉള്ള ഒരു വേറെ കളറിലുള്ളതൊക്കെയല്ലേ കാണാറ്. സാധാരണ നോക്കി സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു പേരയ്ക്കായിട്ടൊന്നും ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെ തന്നെ? ആര്? ചേച്ചിയാണോ തന്നെ? ഏത് ചേച്ചി? രാവിലെ കണ്ടിട്ട് പണിക്കാരെ കൂട്ടാൻ വേണ്ടി പോയ കൂട്ടത്തിൽ നമ്മുടെ ആവണിക്കുട്ടിയും പോയിട്ടുണ്ടായിരുന്നു ചേച്ചിമാരെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു ചേച്ചി കൊടുത്തതല്ലേ ഇത്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണോ പറിച്ചു തന്നേ? സൂപ്പറാണോ? എന്തായാലും കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം സാധാരണ വരയ്ക്ക് പോലെ അല്ലുള്ളൂ, നല്ലൊരു വയലറ്റ് കളറൊക്കെ ആയിട്ട്. എന്തോ പുറത്തത്തെ അതേ സെയിം കളർ തന്നെ ആയിട്ട് ഉള്ളിലേക്ക് കടിക്കുന്നവർ ആ കളർ ഇങ്ങനെ കൂടി വരുന്നുണ്ടേ. കഴിച്ച് കാണിച്ചു കൊടുത്തേ, സൂപ്പറാന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് പണിയുണ്ട്. രാവിലെ നമ്മൾ നീച്ച കൂട്ടത്തിൽ തന്നെ അങ്ങനെ നീച്ചിട്ടുണ്ടേ. പിന്നെ അങ്ങനെ വായിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ആൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു, കുറവുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. മീൻ വറക്കാം നട. അപ്പൊ നമുക്ക് മീനിലേക്കുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്താലോ? മസാലയൊക്കെ എടുക്കാന്ന്. അപ്പൊ നോക്കിട്ട് എങ്ങനെയാണ് ഞങ്ങൾ മീൻ വറുക്കുന്നത് കാണിച്ചാ. താഴെ ഇറക്കട്ടെ, ചൂട് അടുപ്പിന്റെ അവിടെ നിൽക്കണ്ട. നമ്മൾ താഴെ ഇറങ്ങി മിടിക്ക് കുട്ടിയായിട്ട് നിൽക്കുന്നത് കാണിച്ചു കൊടുത്താൽ ഈ ചീച്ചി കുട്ടിയെന്ന് പറയട്ടെ. ഇനി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതേപോലെ താഴെ ഇറക്കി വിടലാട്ടോ ഒരു പരിപാടി. ഒരു 1-1.5 പരിപാടി തന്നെ കേട്ടോ അത്. എന്ത് അവള് വറുത്തോളാം നോട്ടപ്പെട്ട തന്നെ എങ്ങനെയെങ്കിലും നൈസായിട്ടൊന്ന് താഴെ ഇറക്കട്ടെ. പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവള് ഇതേപോലെ താഴെ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കൊണ്ട് നിർത്താറുണ്ട്. പിന്നെ എന്റെ ഒരു കണ്ണല്ലേ 2 കണ്ണുകൊണ്ട് പുറകത്തേക്ക് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. എന്താ ഇത് പറഞ്ഞു കൊടുത്തേ? മുളക് പൊടി വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചെടുത്തോളൂട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചത് നല്ല മുളക് പൊടിയാണ്. മുളക് പൊടി നീ തുറക്കണ്ട. അമ്മ എടുക്കാം ഇരിയുന്ന്. അംഗൻവാടി പോണോ? അപ്പൊ നമുക്ക് എന്തായാലും മസാല കുറച്ചധികം മീനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അടുത്ത് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. അതിപ്പോഴെന്ത കുറച്ച് കഴിഞ്ഞിട്ടിടാം. മുളക് പൊടി ഇവിടുന്ന് മാറ്റിട്ടല്ല അങ്ങനെ ചെറുപ്പിനി അടുത്തത് പോയെടുക്കുന്നത് മുളക് പൊടിയായിരിക്കും. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാണ്, കുറച്ച് മഞ്ഞപ്പൊടി. ഇനി എന്താ വേണ്ടേ? ഉപ്പ്. ഇതൊക്കെ നമ്മളൊരു കൈയളവാട്ടോ. മഞ്ഞപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഏകദേശം എത്ര വേണമെന്ന്. പിന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഏകദേശം അതിനനുസരിച്ച് ഉപ്പ്. ഇഞ്ചി വേണ്ട. ഇഞ്ചി വേണോ? ഇഞ്ചി ഇല്ല. ഇനി ഞങ്ങൾ അടുത്തെടുക്കുന്നത് ഇതാ നമ്മുടെ കുരുമുളക് പൊടി. പൂച്ച വന്നിട്ടുണ്ട്, നമ്മുടെ കുറിഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് 2 തണ്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടണ്ടേ. നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
ഇളക്കി മിക്സ് ചെയ്യുന്ന അമ്മ. അത് നമ്മുടെ കാര്യമായിട്ട് നോക്കി നമ്മുടെ കറിവേപ്പില ഇന്ന് തിരക്കിലാണ്. അയ്യോ ഇപ്പൊ പോയേ പൊടിയൊക്കെ. ഓക്കെ ഇട്ടു. എല്ലാം ഇട്ടു പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് ഭാവിയുണ്ട. ഇനി ഭാവി എടുക്കണ്ട, അതിന് മുളക് പൊടി ഉണ്ട്, കൈയൊക്കെ പുകയും. അപ്പൊ നമുക്ക് വിനാഗിരി എടുക്കാം. അതിലേക്ക് ഒഴിക്കാം. ഓക്കെ പറ. എടുത്തിട്ട് വരാന്ന് പറ. വാ പിടിക്കണ്ട, അമ്മ എടുക്കാം. ഇതാ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിൽ നമ്മൾ മസാല സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ മീൻ പീസുകളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് എല്ലാം തേച്ചെടുക്കാം കേട്ടോ. മസാല തേച്ച് തരട്ടെ? തിരിയാണോ? നമുക്ക് വെള്ളം തേച്ചിട്ട് കാണാന്ന് പറയും. പിന്നെ അംഗൻവാടി പോകും ബാബാ. അംഗൻവാടി പോകാൻ തുടങ്ങി ഞങ്ങളെന്ന് പറ. പറയില്ലേ? മിടിക്ക് കുട്ടിയാന്ന് പറയാന്നോ? നല്ല കുട്ടിയാണോ ചോദിക്കാൻ എനിക്ക്. ഇനി ഓരോന്നൊക്കെ പറഞ്ഞ് മിക്കവാറും എൻ്റെ ഈ മീനിലിട്ട് ഇളക്കി ഇവിടെ പണി ഉണ്ടാക്കുന്നതിന് ഞാൻ എന്തായാലും പെട്ടെന്ന് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ മോരേറിയിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് ശരിയാക്കാം. അപ്പോഴത്തേനും നമ്മുടെ മസാലയൊക്കെ തേച്ചിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേനും ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അരപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ടേ തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. അപ്പോൾ നമ്മുടെ പയറിലേക്ക് കുറച്ച് തേങ്ങ ഉള്ള പിന്നെ അത് രണ്ടിനും കൂടി തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. നല്ല മൂത്ത തേങ്ങയാണ്. ഇപ്പം നമ്മളെപ്പോഴും മോരുകറിക്കൊക്കെ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ നല്ല മൂത്ത തേങ്ങയും വേണം. അതേപോലെ തന്നെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ല നൈസായിട്ട് എണ്ണ പോലെയൊക്കെ അരച്ചെടുക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് രാവിലെ തന്നെ നോക്കി നമ്മൾ അടുക്കളയിൽ വന്ന് കൂടി മീൻ്റെ മണം കൂടി കേട്ടപ്പോൾ ആൾക്കാർ പോകാൻ പോകുന്നുള്ളൂ കേട്ടോ. രാവിലെ തന്നെ അടുക്കളയിൽ ചുറ്റി നിൽക്കുന്നുണ്ട്. പകുതി വേവിൻ്റെ മേളിലായിട്ട് നമ്മുടെ ചോറൊക്കെ അപ്പോൾ നല്ല കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ ഒന്ന് വാർക്കാം. ഇന്നാലും തലമുറ തിളച്ചിട്ട് നമുക്ക് ചോറ് വാർക്കാം. ഇന്നാലും ഇങ്ങനെ കുറച്ചധികം തേങ്ങ വേണ്ടോ, കാരണം നമുക്ക് പണിക്ക് കുറേ ചേച്ചിമാരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ മോരുകറി ആയാലും അതുപോലെ തന്നെ പയർ തോരനൊക്കെ അല്ല നമുക്ക് അതിനനുസരിച്ച് എന്തായാലും എനിക്ക് തോന്നും ഈ ഒരു മുറിയും പിന്നെ കുറച്ചുകൂടി എന്തായാലും വേണ്ടി വരും. ഒരു മുറിയല്ല 2 മുറി കുറച്ചുകൂടി വേണ്ടി വരും. ഞാൻ തേങ്ങയൊക്കെ ആവശ്യത്തിനൊന്ന് ചെരുവെടുക്കട്ടെ. എന്താ നമ്മുടെ മോരുകറിയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പയർ തോരനിലേക്കൊക്കെ ആവശ്യമുള്ള തേങ്ങയൊക്കെ ഞാൻ ചുരവി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വേണ്ട നമ്മുടെ മോരുകറി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് വേണം. ചില ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞായിരിക്കും. നമുക്കിങ്ങനെ പണിക്കാരൊക്കെയുള്ള ടൈമിലൊക്കെ നമുക്ക് പൊളിച്ചാലും കിട്ടൂല, എത്ര പൊളിച്ചാലും ആവില്ല, ആ രീതിയിലായിരിക്കും തോന്നുന്നത്. പക്ഷേ ഇതൊക്കെയെന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വരുന്നതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി തന്നെയാണ്. കുറച്ചേരം സംസാരിക്കുമ്പോഴത്തേന് കിടച്ചു പോകുന്നു ഗൈസ്, കാരണം ഉള്ളിൽ ആ ഒരു കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ടാകും. എന്തായാലും മെഡിസിനൊക്കെ കഴിക്കുന്നത് നേരത്തെ അപേക്ഷിച്ച് നല്ല മാറ്റമുണ്ട് കേട്ടോ. പനി അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് മാറി. പിന്നെ കഫക്കെട്ട് മാറാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആവണിക്കുട്ടി അവിടെ ഞാൻ ദോശയൊക്കെ ചുട്ടു കൊടുത്തിട്ട് അവിടെ സോഫയിൽ ഇരിക്കണം. അതൊന്ന് വാരി തരണം അമ്മ എന്ന് പറഞ്ഞു. 2-3 വാരി വാരി കൊടുത്തു. പിന്നെ അവൾ സ്വന്തമായിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അവിടെ ആക്കിയിട്ട് വന്നിരിക്കുവാണേ. വെളുത്തുള്ളി ഇപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ വെച്ചാലും കഴുകിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 അല്ലി മതി. ഒരുപാട് നമ്മൾ വെളുത്തുള്ളി ഒന്നര ചെയ്തിട്ടാലും അതൊരു കുത്തൽ വരും കേട്ടോ. പിന്നെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം പാകത്തിന് മതി, ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുക്കണം. എന്തായാലും കുറച്ച് നമ്മുടെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതൊരു എടുക്കട്ടെ. അപ്പോൾ മോരുകറിയിലേക്ക് ആവശ്യമായുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാന്താരിയും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ഇതിലേക്ക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുമ്പളങ്ങ വേവാൻ വെച്ചിട്ട് ടൈമിൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് എരിവ് വേണ്ടല്ലോ, അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വേറെ മുളകൊന്നും ചേർക്കാത്തത്. സാധാരണ ഞാൻ ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കാറ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിലിട്ട് അരച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാനിതാ നമ്മുടെ വലിയ ജാറിലിട്ട് അരച്ചെടുക്കുവാണ്. നന്നായിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം പോലെ അരച്ചെടുക്കാം.
നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ അരപ്പ് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, അപ്പോൾ കുമ്പളങ്ങ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മോരൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നിലയുടെ തൈരാണ് തന്നെയാട്ടോ നമ്മൾ കൂടുതലും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരു 1.5 പാക്കറ്റ് ഒഴിച്ചു കൊടുക്കാം. ചില സമയത്തൊക്കെ നമുക്ക് കറണ്ടൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെയൊക്കെ പോകാറുള്ളൂ. നമ്മൾ കറണ്ട് ചെയ്യുന്ന പണികളൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിക്കാരൊക്കെ ഉള്ളത് നമ്മൾ മാത്രമാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. പണിക്കൊക്കെ ആളുള്ള ദിവസങ്ങളിൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ കറണ്ടിൽ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തത് മോരെല്ലാം അടിച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നന്നായിട്ട് തിളക്കിയതിന് ശേഷം നമുക്ക് മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം വേണ്ട നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും തിളക്കിയത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പിരിഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ അതായത് നമുക്ക് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ, അപ്പോൾ ആ മീനൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ആയിട്ടല്ലോ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ ഇരുമ്പ് ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കണം. ഒന്ന് ചൂടാവട്ടെ. കുറിഞ്ഞി ഇതാ നമ്മുടെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം മീൻ നമുക്ക് വറുത്തെടുക്കാനുള്ള തന്നെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായ അവസ്ഥയ്ക്ക് നമുക്ക് ഓരോ മീനുകളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറയ്ക്കട്ടെ. അതിന് നമുക്ക് അടിച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മോരുകളുടെ ആ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലെയിം ഇട്ടോ ഓഫ് ആക്കിയിരിക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടുക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 തണ്ട് നമ്മുടെ കറിവേപ്പില, പിന്നെ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കണം. പിന്നെ വറ്റൽമുളക്. കടുക് തളിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ മൺചട്ടി നമ്മുടെ അയ്യപ്പൻ വിളക്കിന് നോക്കി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വലുതല്ല, കുഞ്ഞതായതുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് ഇതിലിങ്ങനെ കടുകൊക്കെ തളിച്ചൊഴിക്കാനൊക്കെയാണ്. അതിനകത്ത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് വെച്ചാൽ ഇവിടെ ഏത് കൊട്ടിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ള് ഇതായിട്ടിരിക്കുകയാണ്. എല്ലാം പാടെ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. അതൊരു വല്ലാത്ത ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഒരു പച്ചമുളക് മാറി നന്നായിട്ട് നോക്കിച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെ മൂപ്പിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മോര് കറിക്ക് നല്ലൊരു കളറും പിന്നെ ഒരു അടിപൊളി ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു കുറച്ച് മതി കേട്ടോ. മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട, ഒരു കളറിനൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ചിടുന്നത്. അതെന്തായാലും ഇതുകൂടി ഒന്ന് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ വെച്ചിട്ടുള്ള മീൻ കരിഞ്ഞു പോകാൻ നോക്കാനുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരുന്നപ്പോഴാണ് ഒരെണ്ണം പറ്റുന്നില്ല ഒട്ടി പിടിച്ച് രീതിയില്ല കേട്ടോ. സൈഡായിട്ട് വാൽഭാഗം വെച്ചിട്ട് അങ്ങനെ എന്തായാലും പൊട്ടാതെ നമ്മൾ മറിച്ചെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് കൂടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി അടുത്ത ട്രിപ്പ് മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സിലോപ്പി മീനിൻ്റെ ദശ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മറിച്ചൊക്കെ ഇടുന്ന ടൈമിൽ നല്ല കെയർഫുള്ളായിട്ട് ഇട്ടില്ല, അതിൽ പെട്ടെന്ന് അവിടെ പൊട്ടി പോകാനൊക്കെ ചാൻസ് കിട്ടും. അപ്പോൾ എന്നാലും നമ്മൾ പൊട്ടാതെ എന്നാലും മറിച്ചിട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ താളിച്ച് ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ട് നമ്മൾ താളിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കറിയിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ആവണിക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി. കാരണം അവളെ അംഗൻവാടിയിലേക്ക് വിടാനുള്ള ടൈമൊക്കെ ഏകദേശം കുറച്ച് കഴിയുമ്പോഴത്തേന് ആവാനാവുണ്ട്. പിന്നെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ടൈം പോകുന്ന വഴിയേ അറിയില്ല കേട്ടോ. എന്തായാലും പെട്ടെന്ന് ഈ ഒരു പണി തീർത്തിട്ട് വേണം നമുക്ക് കുളിപ്പിക്കാം.
അങ്ങനെ എന്താണ് നമ്മുടെ കറികളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് മീനതാ അവിടെ അടുപ്പിൽ കിടക്കുക. അടുത്ത സെക്ഷൻ മീനതാ മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ചോറ് നമ്മൾ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കറക്റ്റ് വേവായിട്ടോ. അപ്പോൾ ഞാൻ ചോറ് വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാർക്കൽ കുറച്ച് ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി. കാരണം തിളച്ച വെള്ളം കൂടി ഉള്ളപ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൈക്കൂടെ ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ഊതി കൊടുത്തിട്ടാട്ടോ. അതായത് ആവി ഇങ്ങനെ കയ്യിലേക്ക് നന്നായിട്ട് കയറുന്നുണ്ടേ. പിന്നെ ആ നേരെ ഞാൻ കമത്തി, അതായത് വെള്ളം ഓൾമോസ്റ്റ് എല്ലാം പോയതിന് ശേഷം പതുക്കെ അങ്ങനെ കമത്തി വെക്കും കേട്ടോ. അതിന് ശേഷം സെൻറ്ററിലായിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാറാണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം മറന്നു പോയതിന് ശേഷം നന്നായിട്ട് കുടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചോറും റെഡിയായി. അതെന്തായാലും ഇതിവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വരട്ടെ. ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ടൈം വേണം മീൻ വറുത്തെടുക്കാൻ വേണ്ടി. പക്ഷേ ഉള്ളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഉള്ളൊക്കെ കറക്റ്റ് പരുവത്തിൽ വെന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് തീ കുറച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ മീനും കൂടി ഒന്ന് വറുത്തെടുക്കുവാണേ. ഞാനിപ്പോൾ ഒരു മീൻ വറക്കാൻ എടുത്തുള്ള ഈ ഒരു കല്ല് വളരെ ചെറുതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മീനിൻ്റെ കഷ്ണങ്ങളായാലും അത്യാവശ്യം വലിയ പീസാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു 4 എണ്ണമൊക്കെ ഇടാൻ പറ്റുന്നുള്ളൂ. കൂടി പോയി 5 എണ്ണം, അതിൽ കൂടുതൽ നമുക്ക് ഇടാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ, നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ വറുത്ത് എടുക്കാം. എന്തായാലും സാവധാനം കിടന്ന് നന്നായിട്ട് ഞാൻ മൂക്കട്ടെ. ഇനി നമുക്കൊരു 2 ട്രിപ്പ് മീനും കൂടി ഉണ്ട് കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടി. അതുകൂടി കഴിഞ്ഞാൽ മീൻ വറുക്കലിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടേ. പിന്നെ കറിയും ചോറും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം കഴുകാം കേട്ടോ. പാത്രം കഴുകി നമുക്ക് കൈയോടെ അടുക്കളയും കൂടി അടിച്ച് തുടച്ചൊന്ന് സെറ്റാക്കിയിടാണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് അതൊക്കെയും ചെയ്യണം. പിന്നെ മൊത്തത്തിൽ നമുക്ക് അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും വഴിയേ ചെയ്യാം. കാരണം നമ്മുടെ ആവണിക്കുട്ടിനെ റെഡിയാക്കാനുണ്ടല്ലോ, ആളെ കുളിപ്പിക്കണം. അപ്പോൾ നല്ല ഈ ഒരു പാത്രം കൂടി കഴുകി വെച്ചിട്ട് ഞാൻ ആളെ കുളിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നേരെ വെച്ചിട്ട് ഇവിടെ ബാക്കിയുള്ള പരിപാടി ഒന്ന് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡിയായ അവസ്ഥയ്ക്ക് നമുക്കിനി ഫുഡെല്ലാം പാത്രത്തിലേക്ക് ആക്കാണ്ട്. കാരണം നമുക്ക് ടീച്ചർമാരവിടെ പറമ്പിൽ പണിയെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കണം. കാരണം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി അവരും മടുത്തു പോകുമല്ലോ. അതുകൊണ്ട് നമ്മളെന്തായാലും പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആവണീനെ അംഗൻവാടിയിലേക്ക് വിടുന്നതിന് മുന്നായിട്ട് അവർക്കുള്ള ഫുഡ് നമ്മളങ്ങനെ പറമ്പിൽ കൊണ്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കണം. എന്നാലും പാത്രമെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ ഒന്ന് പാത്രങ്ങളിലൊക്കെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ചധികം ഉണ്ട് കേട്ടോ നമുക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള നമ്മുടെ അടിക്കൽ തുടക്കൽ പരിപാടി എന്തായാലും നമ്മുടെ ആവണിക്കുട്ടീനെ വിട്ട് വന്നതിന് ശേഷം നടക്കുള്ളൂ. കാരണം കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുള്ളതുകൊണ്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം വരുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ അടുത്തൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് കരട് കയറിയിട്ടെങ്കിലും കുറച്ച് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത് മൊത്തത്തിലൊന്ന് മാറ്റിയിരിക്കുക കേട്ടോ ടാപ്പിൻ്റെ മൊത്തമായിട്ട്. അതുപോലെ നല്ല നല്ല ഫോഴ്സിലാട്ടോ വെള്ളം എടുത്തിട്ട് ഞാൻ കുറച്ച് വെച്ചിരിക്കുക. വെള്ളം തന്നെ നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു കുക്കർ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കുക്കറിലാട്ടോ നമ്മളിപ്പോൾ കടലാപ്പയറാത്ത സംഭവങ്ങളെല്ലാം വേവിച്ചെടുക്കാറ്. എന്തായാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റിലേക്ക് വരുന്നുണ്ട്. പുതിയ കുക്കറും കൂടി ഉള്ളത്. എന്നാലും അതിൻ്റെ ഒരു പവർ വേറെ തന്നെ ഉണ്ടാവില്ല. എന്നാലും കുക്കർ കഴുകുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു വാഷറും കാര്യങ്ങളൊക്കെ കഴുകിയതാണ് സെറ്റാക്കിയിരിക്കുന്നത്. എന്നാലും കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് ഇങ്ങനെ കാണിച്ച് നിങ്ങളെ പോലെ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ബാലൻസ് ഒന്നും എല്ലാം കഴുകുന്നത്. നമ്മുടെ പാത്രം കഴുകാൻ സോപ്പൊക്കെ തീരാനായിട്ടുണ്ട്. എന്നാലും നമുക്കിനി അതെല്ലാം വാങ്ങണം. അതുപോലെ കുറച്ച് സംഭവങ്ങൾ കൂടി നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് നോക്കിയിട്ട് എന്തൊക്കെ ലിസ്റ്റൊക്കെ ചെയ്താൻ വേണ്ടി. കുട്ടികൾക്ക് എവിടെ പോവാം? നമ്മുടെ അടുക്കളത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ നമ്മുടെ ആവണിക്കുട്ടീനെ ഒന്നുകൊണ്ട് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചിരിക്കുവാണേ. ഞങ്ങള് സൂപ്പർ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അംഗൻവാടി പോവില്ലേ? വേണ്ടേ? അതെന്താ? നാളെയല്ല, ഇന്ന് പോകും ഞങ്ങള്. ഡ്രസ് എടുത്തേ. എന്താ ആവണി കുളിച്ചു. ആവണിയുടെ വീഡിയോ എടുക്കുന്നു പറയും കേട്ടോ. അപ്പതാ ആവണിക്കുട്ടി കുളിച്ചു, മിടിക്കുട്ടിയായി. ഞങ്ങളിതാ ഉടുപ്പിടാൻ പോവാണേ. ചുന്തിരി ആയില്ലേ? അമ്മ ചുന്തിരി ആക്കാട്ടോ. കണ്ണെഴുതണം, പൊട്ട് ഓടണം അല്ലേ? നമുക്കപ്പോ ഉപ്പൂപ്പി എടുക്കാതെ ഉപ്പൂപ്പി ഉടുപ്പെടുക്കട്ടെ. എന്താ നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഞങ്ങൾ കണ്ണെയ്തു പൊട്ട് തൊടും അല്ലേ? ബാ, എത്രത്തോളം അനുസരണയോടെ ഇരുന്ന് തരുന്നു എനിക്ക് അറിയില്ല. ചില സമയത്ത് ഞങ്ങൾ കുറച്ച് വൈലന്റ് ആട്ടോ നമ്മളെ കണ്ണെയ്താ പൊട്ട് തൊടാന്നൊന്നും പറഞ്ഞു. എങ്ങനെ ബാ നോക്കി നോക്കാം. ബാ
ആ സമയം പോയി, അംഗൻവാടി പോകണ്ടേ നമുക്ക്. ഇവിടെ കിടക്കാം അമ്മയുടെ ചാരി കിടന്നോ. അയ്യോ ചുണ്ടിൽ പോയി, ശാരില്ല പോട്ടെ. അമ്മ തേച്ച് തരാം. കണ്ണടക്കി. ഞങ്ങളിനി സുന്ദരി ആവട്ടെ അല്ലേ. അമ്മ എഴുതി തരാം. എന്നാ എഴുത്, ഇങ്ങനെ എഴുതി നോക്കട്ടെ. സൂപ്പർ ഉടുപ്പാണോ നോക്കട്ടെ. ആ തട്ടുടുപ്പാണല്ലോ എന്നുള്ളത്. ആ കണ്ടു. സൂപ്പർ ഉടുപ്പ്. അങ്ങനെയല്ല. അയ്യോ ഇപ്പൊ കൊളായേനെ. അമ്മ എഴുതി തരാം. അങ്ങനെ അമ്മ മിണ്ടില്ല, കൂട്ടില്ല. ആ ശരി ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല. ശരി, സമയം പോയിട്ട് പോനാ. ഒരു വലിയ യുദ്ധത്തിന് ശേഷമാണ് ഞങ്ങളൊന്ന് റെഡി ആവുള്ളൂ. സുന്ദരി ആവുകയാണേ അല്ലേ. 1, 2 പഠിക്കാൻ പോവാണോ? പിന്നെന്താ പഠിക്കാൻ പോണേ? ഈയടി ടാറ്റ പോവാണോ നീ? എവിടേക്കാണ് ടാറ്റ പോണേ? കയ്യിൽ എന്തിനാ നക്കുന്നേ? എവിടേക്കാ ടാറ്റ പോണേ? എവിടെ? അങ്കവാടിയിലേക്ക് എല്ലാരും ടാറ്റ പോവാണോ ചെയ്യാ? അല്ലാതെ 1, 2 പഠിക്കാനല്ല അല്ലേ പോവാ? ആ അമ്മയല്ല, വാവ. ഒരു പൊട്ട്, ഒരു കുഞ്ഞി പൊട്ട് നെറ്റിയില്ലേ. ഇത് കവിള് വേണോ? ഇനി എവിടെ വേണ്ടേ? ഇവിടെ വേണോ? താടിയിലും വേണോ? താടിയിലും കൂടി ഇട്ടുതരാം. ഇട്ടു. സൂപ്പറായി, നോക്ക്. നോക്കി. ഇനി പൗഡർ എടുത്ത് ഞങ്ങള് കണ്ണൊക്കെ എഴുതി സുന്ദരി ആയിട്ടിട്ട് വാല് വരച്ചോ. വാല് വേണോ? വാല് വേണോ? വേണ്ട. ഓക്കെ. എങ്ങനെ വാല് ഇപ്പൊ വേണമെന്ന് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ കുഞ്ഞു വാല് കൂടി വരയ്ക്കട്ടെ. നോക്കട്ടെ. ഓക്കെ മതി. കയ്യിൽ വേണോ? തേച്ച് തരാലോ. കൈ തേക്കേണ്ട സ്വത്ത് സമ്മതിച്ചോ? അച്ഛൻ ചേച്ചിമാർക്ക് മാങ്ങ കൊടുക്കാൻ പോയിട്ടേ വന്നതാ. ഈ കഴിക്കാം. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങളിത് അംഗൻവാടിയിലേക്ക് പോകണം. അപ്പം ഞാനും എൻ്റെ ആവണിക്കുട്ടിയും എങ്ങനെയാ പോണേ വാവേ? നമ്മള് എങ്ങനെയാ പോണേന്ന് പറഞ്ഞു കൊടുത്തേ. ശരി ഇപ്പം അമ്മ എടുത്തോളാം. അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലാട്ടോ പോകുന്നത്. അപ്പം എന്തായാലും ഞങ്ങളിത് പോയിട്ട് വന്നിട്ടുള്ള പരിപാടികളൊക്കെ ഒന്ന് കാണാം. എന്തോ അമ്മയുടെ ചെരുപ്പ് അവിടെ ഇട്. ചീച്ചി താഴെ ഇട്. വാവണിയിട്ട് ചെരുപ്പ് എടുക്ക്. ആളുടെ ഒരു ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കണ്ടുപിടിച്ചു എന്നാണ് പറയണത്. കണ്ടുപിടിച്ചു. ചെരുപ്പ് ഇടുവാണേ. നേരെ ഇട്. ടാറ്റ കൊടുക്കും. ഇനി പോയി വന്നിട്ട് കാണാമെന്ന് പറ എല്ലാവർക്കും. നാളെ അല്ല ഇന്ന് വരും. ടാറ്റ പറ. വൈകുന്നേരം കാണാമെന്ന് പറ. എന്ത് നേരെ പറ. വൈകുന്നേരം കാണാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം നമ്മൾ വണ്ടിയിലായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ആക്കിയിട്ട് വരാളെ. ടാറ്റാ. നല്ല വെയിൽ വന്നില്ല പിന്നെ. ഇവിടെ കരയാതിരിക്കണം കേട്ടോ മിടിക്ക് കുട്ടിയായിട്ട്. കരയാതെ മിടിക്ക് കുട്ടിയായിട്ട് ഇരിക്കും അല്ലേ. നമുക്ക് പോവാ ഇനി. എന്തായാലും ഗൈസ് നമ്മുടെ ആവണിക്കുട്ടി ഞാനത് അംഗൻവാടിയിലൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ചധികം കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട സൈക്കിളില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആക്കിയിട്ട് പോരാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കിയിട്ട് വന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി പോയി 10 മിനിറ്റ് ഉണ്ടാവും കേട്ടോ ഒരു കരച്ചിൽ. പക്ഷെ നമുക്കത് കാണുമ്പോൾ കേട്ടോ സഹിക്കാൻ പറ്റാത്തത്. ഡ്രസ്സിൽ നിന്ന് വിടാതെ അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അങ്ങനെ കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിലാക്കി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നൊരു വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇരിക്കും ഇനി എന്തായാലും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 മണിയൊക്കെ ആകുമ്പോഴാട്ടോ ഞാൻ പോയിട്ട് അവളെ തിരിച്ച് കൂട്ടിയിട്ട് വരാറ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അടിച്ച് വാരി തുടയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ തുണി അലക്കൽ, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡയാനിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അയച്ചു വിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ആളെ ഇപ്പോൾ കൂട്ടി കയറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആളെ കൂട്ടി കയറ്റണം. എന്നാലും നമ്മൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു പണി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാണ്ട് അതുപോലെ തന്നെ മെഡിസിൻ കഴിക്കാനാണ് കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി അതൊക്കെ ചെയ്യട്ടെ. പിന്നെ നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ എല്ലാ പണികളും ചിലപ്പോൾ ഗോവിന്ദാതാവും. പിന്നെ ഇതൊക്കെ എടുത്ത വ്ളോഗ് ഇനി എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പണികളും ഉണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ നമുക്ക് പണിക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകണം. അപ്പോൾ ഫുഡൊക്കെ രാവിലെ തന്നെ ആയതിനു ശേഷം ഏട്ടൻ കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡും ചായ വെള്ളം എല്ലാം നമ്മൾ ഓൾറെഡി
എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടു കൊടുത്തിട്ട് ഇപ്പോൾ അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പണികളൊക്കെ എല്ലാം ഒന്ന് തീർത്തിട്ട് വേണം നമുക്ക് താഴെ പറമ്പിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നത്. ബൈ.